ആലപ്പുഴ പള്ളാത്തുരുത്തിയിൽ ജെസിബിയുമായി എത്തിയ എംഎൽഎ സ്വകാര്യ റിസോർട്ടിന്റെ മതിൽ പൊളിച്ചു. എച്ച് സലാം എംഎൽഎയുടെ നേതൃത്വത്തിലാണ് പള്ളാത്തുരുത്തിയിലെ സാന്റാരിസ്റ്റ് റിസോർട്ടിന്റെ മതിൽ പൊളിച്ചിട്ടുള്ളത്. ശരത് എസ് എസ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ശരത് എസ് എസ്, ഇപ്പോൾ എംഎൽഎയുടെ നേതൃത്വത്തിൽ ആ മതിൽ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ എംഎൽഎയുടെ ഭാഗത്തുനിന്ന് ഇത് സംബന്ധിച്ച് ഒരു പ്രതികരണം വന്നിട്ടില്ലെന്ന് മനസ്സിലാക്കുന്നു. ഈ സ്വകാര്യ റിസോർട്ട് ഉടമയുടെ വാദങ്ങൾ എന്തൊക്കെയാണ് ശരത്ത്? നിലവിൽ സ്വകാര്യ റിസോർട്ടിന്റെ മതിലാണ് എംഎൽഎയുടെ നേതൃത്വത്തിൽ, എച്ച് സലാം എംഎൽഎയുടെ നേതൃത്വത്തിൽ പൊളിച്ചത്. അത് നിയമവിരുദ്ധമായാണ് പൊളിച്ചതെന്നാണ് സ്വകാര്യ റിസോർട്ട് ഉടമ ആരോപിക്കുന്നത്. റിസോർട്ട് ഉടമ ഇതിനോടകം തന്നെ പോലീസിൽ പരാതി നൽകിയിട്ടുമുണ്ട്. ഈ പൊതുവഴിക്ക് വീതി കൂട്ടാൻ മതിൽ പൊളിക്കാൻ നോട്ടീസ് 1 മാസം മുൻപേ നൽകിയിരുന്നു. എന്നാൽ 2 ആഴ്ച കൊണ്ടും മതിൽ പൊളിച്ചില്ല എന്ന കാരണം മുൻനിർത്തിയാണ് എംഎൽഎ മതിൽ പൊളിച്ചിരിക്കുന്നത്. ജെസിബിയുമായി എത്തുകയായിരുന്നു. ശരത് എസ് എസ് ചേരുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ശരത്ത്, ഈ റിസോർട്ട് ഉടമയുടെ വാദങ്ങൾ എന്തൊക്കെയാണ്? അവിടെയുള്ള പ്രദേശവാസികൾക്ക് ഈ മതിൽ മൂലം അവരുടെ യാത്രയുമായി ബന്ധപ്പെട്ട് തടസ്സമുണ്ടാവുന്നുണ്ടോ? അതുകൂടി ഒന്ന് ചോദിക്കാമോ? ഞാനിപ്പോൾ നിൽക്കുന്ന റിസോർട്ടിന്റെ മുൻവശത്താണ്. അതായത് ഈ റോഡിന്റെ വീതി കൂട്ടുന്നതിന് റിസോർട്ട് ഉടമകൾ എതിരല്ല. കാരണം അവർക്ക് കൂടി ഗുണകരമാണ് ഇത്തരത്തിൽ വീതി കൂട്ടുന്നത് എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഈ 2 തവണ നോട്ടീസ് നൽകി ഇവരുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ എടുത്തുചാടി പൊളിച്ചു എന്നുള്ളതാണ് അവരുടെ പരാതിയായി പറയുന്നത്. പക്ഷേ ഈ റോഡിന് വീതി കൂട്ടുന്നത് അങ്ങോട്ട് ഈ റോഡ് കടന്നുപോകുന്ന ഭാഗത്തേക്ക് നിരവധി കുടുംബങ്ങൾ ഉൾപ്പെടെ താമസിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ഒരു നാട്ടുകാരെ നമുക്ക് ചെയ്യുന്നുണ്ട്. ശരിക്കും ഈ റോഡ് പൊളിക്കുന്നത് ഗുണകരമാണ്. പിന്നെ ഗുണകരമല്ലേ? നല്ല ടൂറിസം വികസിക്കുന്ന വഴിയല്ലേ? ഇവിടെ ഒരു നല്ലൊരു വീതി കൂട്ടണം, നല്ല റോഡ് വേണം. ഇവിടെ പല രാജ്യക്കാർ വരുന്ന അവർക്കൊക്കെ നമ്മുടെ ഇത് നാണക്കേട് ഇങ്ങനെ നടക്കുന്നത്. കുറെ കുടുംബങ്ങൾ അവിടെ താമസിക്കുന്നുണ്ട്. കുടുംബങ്ങളുണ്ട്. എംഎൽഎ റോഡ് പൊളിച്ചു എന്നുള്ള പരാതിയാണ് റിസോർട്ട് ഉടമകൾ പറയുന്നത്. അതിൽ കാര്യമായ അങ്ങനെ ഒരു പരാതിയുടെ ആവശ്യമുണ്ടോ? അതിന്റെ ആവശ്യമില്ല. ഇത് നാട്ടുകാരുടെ ആവശ്യമല്ല. നാട്ടുകാർക്കല്ലേ ഇതിന്റെ കൊണ്ടുള്ള പ്രയോജനം. ഇത്രയും വഴി വേണ്ട നമ്മുടെ ആവശ്യം തന്നെയാണ്, ജനങ്ങളുടെ ആവശ്യം. അത് അതിനൊരു മതിലൊരു ഇതായിട്ടൊന്നും നമ്മൾ കണക്കൂട്ടേണ്ട കാര്യമില്ല. ഞങ്ങളുടെ ആവശ്യമാണിത്, നാട്ടുകാരുടെ ആവശ്യമാണ്. നാട്ടുകാരുടെ പ്രതികരണമാണ് നമ്മളിപ്പോൾ കേട്ടത്. അവരൊക്കെ പറയുന്നത് ഈ റോഡ് പൊളിച്ചു മാറ്റേണ്ടത്, റോഡ് വീതി കൂട്ടേണ്ടത് ആവശ്യമാണ്. കാരണം നിരവധി കുടുംബങ്ങളുണ്ട്. മാത്രമല്ല ടൂറിസത്തിനൊക്കെ തന്നെ വലിയ സാധ്യതയുള്ള പ്രദേശമാണ്. അത്തരത്തിൽ റോഡ് പൊളിച്ചു മാറ്റുന്നത് അത് വികസനത്തിൽ ഉൾപ്പെടെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ഈ പരാതിയുടെ ആവശ്യമില്ല എന്ന് നാട്ടുകാരും പറയുന്നുണ്ട്. അതേസമയം ഈ റിസോർട്ട് ഉടമകൾ പറയുന്നത് റോഡ് വീതി കൂട്ടുന്നതിന് അവരൊരിക്കലും എതിരല്ല. പക്ഷേ ഈ നോട്ടീസ് നൽകിയതിനപ്പുറം അവരുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ എടുത്തുചാടി പൊളിച്ചു എന്നുള്ളതാണ് അവരുടെ പരാതിയെ പറയുന്നത്. അത് വേണ്ടായിരുന്നു എന്നുള്ളൊരു ആവശ്യമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. അത്തരത്തിൽ എംഎൽഎ നേരിട്ടെത്തി പൊളിച്ചു മാറ്റിയുള്ള ഒരു പ്രതിഷേധമാണ് എന്തായാലും റിസോർട്ട് ഉടമകളും പറയുന്നത്. ശരി.